ഏട്ടാ ഏട്ടാ ഒരു 5 മിനിറ്റ് എന്റെ ഭാര്യയെ. ഏട്ടാ ഒന്ന് എണീക്ക് ഏട്ടാ, കടയിൽ പോകാനുള്ളതല്ലേ, എണീക്ക്. ഇവളെ കൊണ്ട് നിനക്ക് ക്ഷീണമൊന്നുമില്ല എന്റെ പെണ്ണെ, എന്നും കാട്ടി ക്ഷീണം വേണ്ട നിനക്കാണ്. പക്ഷെ നീ ഭയങ്കര ഉഷാറിലാണല്ലോ. എന്താ ഒരു ഓൾറെഡി പോണോ? ഓ ഈ മനുഷ്യൻ, എന്റെ പൊന്നു ജിത്തു ഏട്ടാ, നിങ്ങൾക്ക് ഇത്രയായിട്ട് എന്നെ മടുക്കണില്ല? എന്താ ഇങ്ങനത്തെ ഒരു ചോദ്യം? എന്താ എന്റെ പെണ്ണിന് എന്റെ മടുത്തു തുടങ്ങിയോ? അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഏട്ടാ. കാരണം എന്റെ ജീവനല്ല എന്റെ ഏട്ടൻ. അതുപോലെ തന്നെയാടോ ഈ ജീതിൻ കൃഷ്ണന് തന്നോട്. എനിക്കൊരു കാലത്തും എന്റെ പൊണ്ടാട്ടിനെ മടുക്കില്ലാന്നേ. പക്ഷോ അടുപ്പത്ത് ദോശ വെച്ചിട്ട് വന്ന ഏട്ടൻ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് പോവാ. അപ്പൊ ഇതിന് ഞാനും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ. അമ്മ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് നമ്മളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? അയ്യോ ഞാൻ പറയണില്ല, ഞാനും കണ്ട് വന്ന് നോക്കുമ്പോഴേ ഇവിടെ അങ്ങനെ കത്തി പിടിക്കായിരുന്നു. നിനക്കറിയാ ജിത്തുവിനെ തീർത്ത് നീ പോയാൽ ഇപ്പോഴൊന്നും അവൻ വിടില്ലാന്ന്. പിന്നെ എന്നിട്ടും നീ ഈ ഗ്യാസ് ഇവിടെ ഓണാക്കി വെച്ചിട്ട് പോകുമ്പോ നിന്നെ എന്താ വേണം? ചട്ടം പഠിപ്പിച്ച് വെക്കണ്ട, നിന്നെ മുന്നിലേക്ക് കാണായിരുന്നു. അവളെല്ലാം പറയാൻ നിൽക്കണം. എന്താ ഇവിടെ? എന്താണ്? എന്താമ്മ? നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യരിക്കണുണ്ടായിരുന്നെ? ഞാൻ ഹാളിലുണ്ടായിരുന്നു. നീയോ? ഞാന് അച്ഛന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു അമ്മേ. റൂമിൽ ഇരിക്കണുണ്ടായിരുന്ന എനിക്ക് മണം വന്നു, എന്നിട്ടും ഹാളിൽ ഇരിക്കണ്ടായിരുന്ന നിങ്ങൾക്ക് മണം വന്നിട്ടില്ല അല്ലെ? ഇവിടെ ഒരുത്തി ജിത്തുവിന്റെ അടുത്ത് പോയിക്കാന്ന് വിചാരിക്കാം, നീതുമോള് കൊച്ചിൻ്റെപ്പാന്ന് വിചാരിക്കാം. അത് നിങ്ങൾ കണ്ടോ? എവിടെയായിരുന്നു? എന്റെ പൊന്നെ, ഒരു വീട്ടിൽ ഒന്നോ രണ്ടൊന്നോ ഒരേ പോലെ എങ്ങനെയാണോ എല്ലാതും ഒരേ പോലെ. അച്ഛോ ഇവിടെ സേഫ് അല്ല. ആ കയ്യിലിരിക്കണ ചട്ടകത്തോണ്ട് പേറ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് മുങ്ങാം. അതെന്നാടാ നല്ലത്. സോറി അമ്മൂസേ, ഒന്ന് ക്ഷമി അമ്മൂസേ. കണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്താ? എന്റെ പെണ്ണല്ലേ, എന്റെ ഭാര്യയല്ലേ, എന്റെ കുഞ്ഞിനെ അമ്മയല്ലേ നീ. പിന്നെന്താ കുഴപ്പം? ഇങ്ങോട്ട് വന്നേ നീ. എന്താ കുഞ്ഞ, എന്താടാ? അച്ഛനമ്മേനെ കടിക്കേ പിച്ചേ നുള്ള അങ്ങനെ എന്തെങ്കിലും?
എവിടെ കടിച്ച്? ഡാ, എനിക്കുള്ള കുഴി ഞാൻ തന്നെ കുഴിച്ചല്ലോ ഭഗവാനേ. അത് കടിച്ചതല്ല മുന്നേ, അച്ഛൻ സ്നേഹിച്ചതല്ലേ. ആ അതെ, കല്യാണം. ചേട്ടോയ്, എന്തോയ് പറയടാ. എന്താ ജിത്തോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സംഭവം നിന്റെ ഭാര്യയാണ് എന്നും വിചാരിച്ച്. പൊന്നു മോനെ, നീ എന്തൊക്കെ ഇരുന്നിട്ട് ആ കുട്ടിനോട് ചോദിച്ചിരുന്ന അറിഞ്ഞിട്ടു? കേട്ടിയൊരു കുട്ടിയിലൊന്നും ഞാൻ മൂക്കിലടക്കാം, കാലി വരിക നല്ലതടി. മൈ ഡിയർ മോനെ, അതൊന്നും നോക്കട്ടെ, ഒരു ആവശ്യമില്ല. കൊടുത്തോ, നല്ല കൊടുത്തോ. ഭാര്യയെ മോനെ എഴുന്നേറ്റെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ. രണ്ടുപേരോടെ ഇരിക്കായിരുന്ന ജിത്തു. എന്താച്ചാ കണ്ണൻ മോൻ ഇന്നലെ പാതിരാത്രി ഇരുന്ന് കരയായിരുന്നു. ചേട്ടത്തിനെ കാണാണ്ടാവൂല്ലേ? അതിനെങ്ങനെ? ഇവിടെ പലർക്കും പല പണിയുള്ളേ. ആ സമയത്ത് മക്കളൊന്നും വേണ്ട. അതല്ല പിന്നെന്തിനാ കരഞ്ഞേ? ഇന്നലെ കണ്ണൻമോനും പാമ്പിന്റെ സ്വപ്നം കണ്ടെന്നും പറഞ്ഞിട്ടാണ് എണീച്ചത്. നല്ല ഉറക്കിയായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത്. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. പിന്നെ വീണ്ടും എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചേ. ഇതിപ്പോ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ല മിജിത്ത്, ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും. ഏട്ടാ, മോനെന്തോ പാമ്പിന് സ്വപ്നം കണ്ടുന്നു, എഴുന്നേറ്റുന്നു, അങ്ങനെ എന്തൊക്കെയോ അമ്മ പറഞ്ഞു. അച്ഛൻ പറഞ്ഞിരുന്നു. എനിക്കെന്തോ പേടിയാവണം. ഞാനുള്ളപ്പോ എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും വരാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. ഒന്നുണ്ടാവില്ല. നിനക്കെന്നെ വിശ്വാസല്ലേ? കണ്ണൻ എന്തിയെ? ഉറങ്ങിയോ? അവൻ ഉറക്കിയിട്ടാ ഞാൻ വന്നേ. എന്താ പെണ്ണെ, അത് ജസ്റ്റ് ഒരു സ്വപ്നമായിട്ട് മാത്രം കണ്ടാ മതി. ഏട്ടന് തോന്നുന്നുണ്ടോ അത് ജസ്റ്റ് ഒരു സ്വപ്നാണെന്ന്? ജിത്തുവേട്ടന് അത് വെറും ഒരു സ്വപ്നമായിട്ട് കണ്ട് കളയാൻ പറ്റുമോ ജിത്തുവേട്ടാ? ഏട്ടനെല്ലാം അറിയാവുന്നല്ലേ. ആ സ്വപ്നം ഇനിയിപ്പോ എന്തിന്റെ സൂചന ആയാലും നിനക്കോ നമ്മുടെ കുഞ്ഞിനോ ഈ വീട്ടിൽ ആർക്കും തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കെന്തോ ഏട്ടാ, ഞാൻ കാരണല്ലേ ഇതൊക്കെ. ഞാനങ്ങോട്ട് ഇനി ഈ കാര്യത്തിനെ കുറിച്ചിട്ട് വല്ലതും പറഞ്ഞ അതല്ല, ഇനി ഇപ്പൊ പറയാൻ വന്നൊരു കാര്യം ഉണ്ടല്ലോ. അപ്പത്തിനാണല്ലോ ഞാൻ നിന്നെ പിടിച്ച് കിസ് ചെയ്തത്. അപ്പൊ ഇനി ഈ കാര്യത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞാലും ഇതുപോലെ വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിനക്കറിയാലോ, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു മടുപ്പില്ല, ഒരു തരത്തിലുള്ള അയവില്ലാന്ന്.
മോന് കേക്കോ? ശോ, എന്തൊരു കഷ്ടത്. അമ്മേ വായോ അങ്ങ അച്ഛവരെ ഇന്നോട്ടെ. ഇവൻ എന്റെ കഞ്ഞിയില് പാറ്റിടും. ഒന്നല്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാനൊരു ദിവസം മുഴുവൻ ഉറക്കൊഴിച്ച്, നീ ഒരു ദിവസം മുഴുവൻ ഉറക്കൊഴിച്ചിരുന്നുണ്ടാക്കിയതല്ലേ അവനെ. നീ ഉറങ്ങുമ്പോ ഞാൻ ഇടക്കിടക്ക് നിന്നെ വിളിച്ചുണർത്തി ഞാൻ കഷ്ടപ്പെട്ടത് അവന് വേണ്ടിട്ട്. അതിന്റെ ഒരു തുള്ളിയൊരു സ്നേഹം, അതിന്റെ ഒരു ചെറിയൊരു പരിഗണന. അതെന്താന്നറിയ മോനെ, അതെങ്ങാണ് അച്ഛൻ പറഞ്ഞ ഒരു ദിവസം മുഴുവനും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എന്റെ കൊച്ചിനെ. വായ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് പോയി കിടന്നു പറഞ്ഞാ. അമ്മയുടെ പൊന്നിങ്ങോട്ട് വന്നിടാ. അപ്പോ ഏട്ടത്തി ഭയങ്കര ടെൻഷനിലാടാ. ഞാൻ കൊറേ പറഞ്ഞു നോക്കി, അത് സ്വപ്നല്ലേ, അത് അങ്ങനെ എടുത്താ മതി, സീരിയസ് ആക്കണ്ട, ഒരുപാട് അധികം പറഞ്ഞു നോക്കി, അമ്മ പറഞ്ഞു നോക്കി. പക്ഷെ എങ്ങനെ അല്ലാതിരിക്കും, അതുപോലത്തെ ഓരോന്നെല്ലാം ഉണ്ടായി കഴിഞ്ഞത്. എന്തോ എനിക്ക് പേടിയാവണ്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഏട്ടനല്ല ഒപ്പുള്ളത്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലാന്ന് വെച്ചാൽ 1% പോലും ആവശ്യമില്ല. എന്റെ പേടി എന്താന്ന് വെച്ചാൽ ചേട്ടന് കാട്ടാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മാത്രമാണ് എന്റെ ഒരു പേടി. ഏട്ടത്തിക്കും കുഞ്ഞിനും നമുക്ക് ആർക്കും മുന്നും വരാൻ വേണ്ടിയിട്ട് ഏട്ടൻ സമ്മതിക്കില്ല. അതൊന്നാമത്തെ കാര്യം. പക്ഷെ ഏട്ടന് അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കണ വഴി, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റേയില്ല. അത് തന്നെയാണ് അമ്മ പറയണത്. ഈ വീട്ടിലിരിക്കണ ഒരു മുതലിന്റെ സ്വഭാവം മാത്രം എല്ലാരും പേടിച്ചാൽ മതി. ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ വേണമെങ്കിൽ കൊല്ലാൻ വരെ മടിക്കത്തില്ല. നിനക്കറിയാലോ ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരിക്കണ മുതലിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്ന്? എല്ലാം കൂടി അടക്കി പറക്കി ഒരു മൂലക്ക് ഏട്ടൻ വെച്ചിക്കാണ്. കാളവൈരവന്റെ ആ സ്വഭാവം ഞാൻ വീണ്ടും ഏട്ടൻ എടുത്താ തീർന്ന്. അതിന്റെ പഴയ സ്വഭാവം കണ്ട് എടുത്താ പിന്നെ ദൈവം വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. എന്തെന്നായാലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും എന്തിനും ഏതിനും എന്റെ ചേട്ടന്റെ കൂടെ ഞാൻ ഉറച്ചു തന്നെ ഉണ്ടാവും. അതിനിപ്പോ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കറിയാലോ എന്റെ കെട്ടിയവന്റെ സ്വഭാവം. എന്തിനും ഏതിനും നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണല്ലോ. ഇനി എന്നത്തെ കഴിഞ്ഞു, വായ ഉറങ്ങാം. നീ ഉറങ്ങിക്കോ. എനിക്ക് ഈ വീഡിയോ കാണുന്ന പിള്ളേരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എഡിറ്റർ കൊച്ചു പ്രത്യേകം പറഞ്ഞു വിട്ടതാ. ഓക്കെ. മിസ്സേ, എഡിറ്റർ കൊച്ചു പ്രത്യേകം എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കൊച്ചിന് ഇങ്ങനത്തെ സ്റ്റോറീസ് ചെയ്തിട്ട് പരിചയമില്ല. ഇങ്ങനത്തേന്നല്ല, സ്റ്റോറി ചെയ്തിട്ടൊന്നും പരിചയമില്ല. നിങ്ങൾക്ക് ഈ ചാനലിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാടധികം പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ആ കൊച്ചിനോട് പറയാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഷ്ടമാണെങ്കിലും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് പോയി നെക്സ്റ്റ് വീഡിയോ മുതൽ അവള് ശരിയാക്കി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ പിന്നെന്താ, ബൈ. ഞാൻ പോയി കിടന്നിറങ്ങട്ടെ. അല്ലെങ്കിൽ എന്റെ പെണ്ണെ എന്റെ റൂമിൽ കയറ്റില്ല.